ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ശ്രീഖണ്ഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ശ്രീഖണ്ഡ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഞാനൊരു 2 ലിറ്റർ പാലാണ്. ഇത് നമ്മൾ ഒരു 10 മണിക്കൂറെങ്കിലും നല്ലതുപോലെ തൈരൊന്ന് പുളിച്ച് തൈരാവുന്നവരെ വെക്കണം. നല്ല പുളിയുള്ള തൈര് വെച്ച് ശ്രീഖണ്ഡ് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാനത് ഒരു 3-4 സഫ്രോണും കൂടി ഇതിനകത്ത് പാലിനകത്ത് തന്നെ നമ്മൾ ഇട്ടിട്ടാണ് തൈര് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടേണ്ടവരിട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശ്രീഖണ്ഡ് വൈറ്റ് കളറിലിരിക്കുമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി കേസറുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുങ്കുമപ്പൂവും ഒക്കെ ഇടുവാണെങ്കിൽ ഒരു കളറും കിട്ടും, ഒരു ടേസ്റ്റും വേറെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് തൈര് നല്ലതുപോലെ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളിനി ഒരു നല്ല കണ്ണടുപ്പമുള്ള ഒരു തോർത്തിലോ എന്തെങ്കിലും മസ്ലിൻ തുണിയിൽ കെട്ടിയാൽ അത് നല്ലതുപോലെ വെള്ളം പോകാൻ പ്രയാസമായിരിക്കും. അപ്പം നല്ല ഒരു പുതിയ തോർത്തൊക്കെ എടുത്ത് അതിനകത്തൊന്ന് കെട്ടി വെക്കുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം മുഴുവനും നമുക്ക് പോയി കിട്ടണം. ഒരു 5-8 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെള്ളം കളയാൻ വെക്കണം. പിന്നെ വേണം നമുക്കതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഞാനിപ്പോൾ ഇതിനൊരു നല്ലൊരു തോർത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു തോർത്തെടുത്ത് ഞാൻ നല്ല വൃത്തിയുള്ള എന്തെങ്കിലും തുണിയാണെങ്കിലും മതി, പക്ഷെ തീരെ കടുത്ത തുണിയാവില്ല. അപ്പം നമ്മൾ ഈ തൈരിനകത്ത് വെള്ളമെല്ലാം പോകത്തില്ല. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നല്ല കട്ട തൈരാണെങ്കിൽ നല്ലതായിട്ട് വരും നമ്മുടെ ശ്രീഖണ്ഡ്. നല്ലതുപോലെ കാച്ചി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഇത് നല്ലൊരു തുണിയിലോട്ട് ഇട്ടിട്ട് ഉണ്ട്. ഇപ്പം തന്നെ കുറേശ്ശെ വെള്ളം പോകുന്നുണ്ടോ തൈരിൻ്റെ. ഇത് തൈരിനകത്ത് മുഴുവനും വെള്ളം പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഈ വീഴുന്നത് നിൽക്കും. അതിനൊരു 5-8 മണിക്കൂറെങ്കിലും ഇത് വെക്കേണ്ടി വരും. നമുക്കിപ്പോൾ ഇതൊരു നല്ലതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് കെട്ടി വെച്ചിട്ട് അതുപോലെ ഒരു തുണി വെച്ചോ എന്തെങ്കിലും നമ്മളൊരു അഴിഞ്ഞു പോകാതെ എന്തെങ്കിലും വെച്ചോ നല്ലപോലെ കെട്ടണം. കെട്ടിയിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിൽ മുട്ടാതെ നമ്മൾ ഈ പാത്രത്തിൽ ഇതിങ്ങനെ പൊക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ലപോലെ വെള്ളം പോയി കിട്ടും. പിന്നെ നമുക്കെടുത്ത് നല്ലതുപോലെ പഞ്ചസാര പൊടിച്ച് ചേർക്കണം. ഇപ്പം നമുക്കിത് ഈ വെള്ളം പോകാൻ വെക്കാം. നമ്മളിപ്പോൾ ഇത് ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. തൈര് നമ്മളിങ്ങനെ ഒരു തുണിക്കകത്ത് നല്ലതുപോലെ കെട്ടി വെച്ച് വെള്ളമെല്ലാം പോയി ഇതുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത്രയും വെള്ളം ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. ഇത് ഈ യെല്ലോ കളർ വെള്ളം ഇരിക്കുന്നത് നമ്മൾ കുങ്കുമപ്പൂ ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെള്ളം പോയി തൈരിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഇതൊന്ന് അഴിച്ചിട്ട് ഈ തൈരിനകത്ത് ഈ വെള്ളം പോയ തൈരിനകത്ത് നല്ലതുപോലെ 2 ലിറ്റർ പാലായിരുന്നു ഞാൻ തൈരാക്കി വെച്ചത്. അതിനകത്ത് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വലിയ ബൗളിനകത്തോട്ട് ഇതിടാം. എന്നാലേ നമുക്ക് പഞ്ചസാര പൊടിച്ചതുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കണ്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് പറ്റിയിട്ടിരിക്കുന്ന കാണും. ഇതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ തൈര് വെള്ളമെല്ലാം പോയി നല്ലതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമുള്ള തൈര് ആണെങ്കിൽ കുറച്ച് സമയം കൂടെ പോയില്ലെങ്കിൽ വെക്കണം. ഒരു 8 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തൈരിനകത്ത് വെള്ളം പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രീഖണ്ഡ് ഉണ്ടാക്കി വരുമ്പോൾ ശ്രീഖണ്ഡ് ഫ്രിഡ്ജിൽ വെച്ചാലും ഇരുന്നങ്ങ് പുളിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കളയാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കിതിനകത്ത് ഞാനൊരു 100 ഗ്രാം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ഇളക്കേണ്ടി വരും. പിന്നെ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് വേണ്ടിയവർക്ക് പിന്നെയും ചേർക്കാൻ പറ്റും. നമുക്കൊരു 100 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇതിനകത്ത് ചേർത്ത് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ മെഷീൻ എടുത്തിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതില്ലാത്തൊരു ഹാൻഡ് മിക്സി ഉണ്ടെങ്കിൽ ഹാൻഡ് മിക്സി ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ നല്ലൊരു ഫോർക്ക് എടുത്തിട്ട് നമ്മൾ ഇത്തിരി കൂടുതൽ നേരം ഇതൊന്ന് മിക്സ് ചെയ്യണം. അത് നല്ലൊരു ക്രീമി ആയി വരാൻ വേണ്ടിയിട്ടാണ് അത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഈ ബ്ലേഡാണ് എടുക്കേണ്ടത് കേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ. മറ്റേ ബ്ലേഡ് എടുക്കുമ്പോൾ മുട്ട അടിക്കുന്ന ആ ബ്ലേഡല്ല എടുക്കേണ്ടത്, ഈ ബ്ലേഡാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചൊക്കെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഇതിപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ഈ ബ്ലേഡ് വെച്ച് ഇത് കണ്ട് അടിച്ചപ്പോൾ നല്ല ഒരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടിച്ചാൽ മതിയാകും. ഹാൻഡ് മിക്സിയൊക്കെ വെച്ച് അടിക്കുവാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ കൂടുതൽ അടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല 2 ഫോർക്ക് എടുത്തിട്ടാണെങ്കിൽ ഒന്നിച്ച് പിടിച്ചിട്ട് നല്ലതുപോലെ അടിക്കാം. നിങ്ങൾക്ക് കാണാമോ, നല്ല ഒരു ക്രീമി ആയിട്ട് കാണാമോ. നമ്മളിതിനകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് കയ്യിൽ എന്നാ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ട്, കിസ്മസ്, ബദാമൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതോടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ആവശ്യത്തിനുള്ളത് എടുക്കാവുള്ളൂ. കൂടുതൽ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തൈര് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അപ്പോൾ പെട്ടെന്ന് ചള്ളായി പോകും. അത് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഞാൻ ഇനി ഒരു നല്ല സെർവിങ് ബൗളിലോട്ട് ഇതൊന്ന് മാറ്റാം. ഒരു ബദാമൊക്കെ ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ അല്ലേ, പുറത്തുനിന്നൊന്നും അധികം സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കാതിരിക്കുമായിരിക്കും നല്ലത്. തൈരുണ്ടെങ്കിൽ വീട്ടിലൊന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇന്ന് ഈ പ്രാവശ്യം എല്ലാവരും ഒന്ന് ശ്രീഖണ്ഡ് ഉണ്ടാക്കി നോക്കണം.